കോഴിക്കോട് ചോമ്പാലയിലെ മുക്കാളി എന്ന സ്ഥലത്ത് വാടക വീട്ടിൽ ഒരു വ്യവസായിയെ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽപ്പെടുത്തി അയാളുടെ ഇന്ന് 1 ലക്ഷം രൂപയും കവർന്നു. അയാളുടെ ജീപ്പ് എടുത്തുകൊണ്ട് പോയി. ഈ സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 8-10 മണിക്കാണ്. മുക്കാളി അടിപ്പാതയ്ക്ക് അടിയിലുള്ള ഒരു വാടക വീട്ടിലേക്കാണ് വിളിച്ചു വരുത്തിയത്. അവിടെ താമസിക്കുന്ന അത് റുബൈദ എന്നൊരു സ്ത്രീയാണ്. ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വ്യവസായിയുടെ പരിചയക്കാരി തെരേസ റൊബിന റാണി എന്ന 37കാരി. ഈ സ്ത്രീക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ ഈ വിദേശ വ്യവസായി ചെയ്യുമായിരുന്നു. അവരുടെ അയ്യോഭാവം കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ധനസഹായം അയാൾ ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവരൊരു വാടക വീട്ടിലാണ് റൊബിന റാണി താമസിക്കുന്നത്. അപ്പോൾ ഈ താമസിയാത്തടുത്ത് ഞാനൊരു പുതിയ വാടക വീട്ടിലേക്ക് മാറുകയാണ് എന്ന് തെരേസ റൊബിന റാണി ഈ വ്യവസായിയെ ബോധ്യപ്പെടുത്തി. അങ്ങോട്ട് സാറ് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ രാത്രി വ്യാഴാഴ്ച 8-10 മണിക്ക് അയാൾ മുക്കാളി അടിപ്പാതയ്ക്ക് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പം അവിടെ തെരേസ റൊബിനോ റാണിയുണ്ട്, അജിനാസ് എന്ന് പറഞ്ഞ ഒരാളുമുണ്ട്. നീ ഇതിനാണോടാ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് അവർ അയാളെ മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു. അയാളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോണും അയാളുടെ ജീപ്പിൻ്റെ താക്കോലും പിടിച്ചു പറിച്ചു. ജീപ്പിനകത്ത് 1,06,000 രൂപയുണ്ടായിരുന്നു. പിടിച്ചു പറിച്ച ശേഷം ഇയാളെ അൺഡ്രസ് ചെയ്ത് അവർ ഇയാളുടെ പാൻറ്റും ഷർട്ടും എല്ലാം അഴിച്ചു മാറ്റി. ആ വീട്ടിൽ റുബൈദയുടെ മുക്കാളിയിലെ വീട്ടിൽ അവരോട് ചേർത്ത് നിർത്തിയൊരു ഫോട്ടോ ഇങ്ങോട്ട് എടുത്തു. ഇയാൾ ഭയപ്പെട്ടു പോയി. ആ വീട്ടിനകത്ത് നിന്ന് ഇരുന്ന അജിനാസ് ഇയാളെ വണ്ടിയുടെ താക്കോലെടുത്തിട്ട് റോഡിലിറങ്ങി വണ്ടി ഓടിച്ചു പോയി. ആ വീടിൻ്റെ മുൻവശത്ത് മറ്റു 3 പേരും ഇതിന് സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. അവരും ആ ജീപ്പിൽ കയറിപ്പോയി. 4 പേര് അങ്ങനെ അങ്ങ് പോയി. റുബൈദയ്ക്ക് കൊച്ചു കുട്ടികളൊക്കെ ആ വീട്ടിലുള്ളത് കൊണ്ട് പോലീസ് തൽക്കാലം അറസ്റ്റ് ചെയ്തില്ല. അതേസമയത്ത് തെരേസയെ അറസ്റ്റ് ചെയ്തു. അജിനാസിനെ പോലീസിൻ്റെ സമയോചിതമായ ചോമ്പാല ഇൻസ്പെക്ടർ BK സിജുവിൻ്റെയും അവിടുത്തെ SI P അനിൽകുമാറിൻ്റെ ഇടപെടൽ കൊണ്ട് അത് വഴിക്കിട്ട് ആ ജീപ്പ് പിടിച്ചു. അവരെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ ജീപ്പിനുള്ളിൽ വെച്ചിരുന്ന 1,00,000 രൂപ അവർ അപഹരിച്ചിരുന്നു. ഇയാളെ മർദ്ദിക്കുകയും പിടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്ത സമ്മതിച്ച് അവർ പറഞ്ഞു, ജീപ്പ് തിരിച്ചു തരാം, പക്ഷേ 5 ലക്ഷം രൂപ തരണം. ജീപ്പുമായിട്ട് ആൾക്കാർ രക്ഷപ്പെട്ടു. ഈ സ്ത്രീയും അതേസമയത്ത് തെരേസയോടെ ഉണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അജിനാസാണ് ജീപ്പ് എടുത്തുകൊണ്ട് പോയത്. സ്ത്രീകൾ മാത്രമായി. അയാൾ പോലീസിനെ വിളിച്ചു. ചോമ്പാല ഇൻസ്പെക്ടർ പെട്ടെന്ന് SIയുമായിട്ട് അവിടെ എത്തി. അവർ ഓടിക്കൊണ്ടിരുന്ന ജീപ്പ് തടഞ്ഞ് പിടിച്ചെടുത്ത് അജിനാസിനെ അറസ്റ്റ് ചെയ്തു. ആ വീടിനകത്ത് വെച്ച് കളിച്ച നാടകം, അതിന് കാരണക്കാരിയായ റുബൈദയെ തൽക്കാലം അറസ്റ്റ് ചെയ്തില്ല. കാരണം കൊച്ചുകുട്ടികളുണ്ട്. അതേസമയത്ത് അവർ തെരേസ റൊബിന റാണിയെ അറസ്റ്റ് ചെയ്തു. അജിനാസിനെയും കിട്ടി. ഇനി ഒരു 4-5 പേരും കൂടെ കിട്ടാനുണ്ട്. ആ ജീപ്പിനകത്ത് കയറിപ്പോയവരും ഇതിനെ സഹായിച്ചവരും ചേർന്ന് കിട്ടാനുണ്ട്. പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഈ ഹണി ട്രാപ്പ് കൃത്യമായി അവർക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചത്. സന്ദർഭോചിതമായി വളരെ ക്വിക്കായിട്ട് ചോമ്പാല പോലീസ് ആക്ട് ചെയ്തുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയ ജീപ്പ് വഴിക്കിട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ആ ടീമിൻ്റെ കൂടെ ASI വൈജ എന്ന ലേഡി ASI ഉണ്ടായിരുന്നു. പിന്നെ CPO ശാലിനിയും K സജിത്തും
അവരുടെയൊക്കെ ശ്രമഫലമായി രാത്രി തന്നെ 8:10 സംഭവമാണെന്ന് വിചാരിച്ചോളാം. രാത്രി തന്നെ അവർക്ക് ജീപ്പ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റി. പെട്ടെന്ന് ആ കേസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. മൊബൈൽ ഫോണിൽ ഇയാളെ നേക്കഡായിട്ട് നിർത്തിക്കൊണ്ട് ആ റുബൈദയുടെ അടുത്ത് നിർത്തിയുള്ള ഫോട്ടോ പോലീസ് കണ്ടു. ഇതൊരു റോബറി ഡക്കോയിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഹണി ട്രാപ്പ് ആണെങ്കിലും സമയോചിതമായി ആ പരാതിക്കാരൻ വളരെ ക്വിക്കായിട്ട് പോലീസിനെ അറിയിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നടപടി പോലീസിന് പെട്ടെന്ന് എടുക്കാൻ കഴിച്ചത്. ഏതായാലും കുറ്റവാളികളെ കൃത്യം ഇനി 3-4 പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അതിനകത്ത് കുഞ്ഞുകുട്ടികളുടെ അമ്മയായി റുബൈദയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവർ മുൻകൂർ ജാമ്യത്തിന് വല്ലതും പോകുമായിരിക്കാം. പ്രതികൾ 2 പേര് ഇപ്പം പോലീസ് കസ്റ്റഡിയിലായി. ഇനി ഒരു 5 പേരും കൂടെ കസ്റ്റഡി വരാനുണ്ട്. ലിവിങ് ടൂതർ പല സ്ഥലത്ത് പലർക്കും ഇതുപോലെയുള്ള പറ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. പലരും മാനവും അഭിമാനവും വിചാരിച്ചിട്ട് പുറത്ത് പറയാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള ട്രാപ്പിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വഷളാവും. പോലീസിനെ അറിയിക്കുന്നതാണ് ബുദ്ധി. വഷളായി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി അടുത്ത സംഭവം അവർ അരങ്ങേറും. ജീവൻ തന്നെ അപകടത്തിൽ വരാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. അതുകൊണ്ട് സമയോചിതമായി അയാൾ ബുദ്ധിപൂർവ്വം ആ വ്യവസായി പറഞ്ഞതുകൊണ്ട് ഈ കേസിലേക്ക് പോലീസിന് കൃത്യമായിട്ട് എത്താനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചു.